നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ PSCയിൽ വിളിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് സിലബസാണ്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം, എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് ഇതിൻ്റെ ഒരു അവലോകനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് റൺ ചെയ്യണമെന്ന് ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി PSCയുടെ സൈഡിൽ ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ അത്രയ്ക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാനും മറ്റുമൊക്കെ. അപ്പോൾ ഞങ്ങളൊരു കോഴ്സ് റൺ ചെയ്യുന്നത് കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സസായിട്ട് ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് ഫോർ ദ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമൊക്കെ നമുക്ക് ജൂൺ കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. കുറച്ച് എക്സാംസൊക്കെ വിളിച്ചിട്ടുണ്ട്, SI പോലെയുള്ള കുറച്ച് പോസ്റ്റുകൾക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു പ്രിലിമിനറി ബാധകമാകുമോ ഇല്ലയോ എന്നുള്ള തുടർ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴും നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സസ് വരുന്ന, ഒപ്പം സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡഡ് ആകുന്ന, എന്നാൽ 10,000+ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്നതെന്ന് വെച്ചാൽ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പീരിയോഡിക്കൽ അസസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന, സാധാരണ സിവിൽ സർവീസിനൊക്കെ നമ്മൾ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കുറേ ട്രിക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു പ്രോഗ്രാം ആയിരിക്കും ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്തൊരു ലെവൽ എക്സാമിന് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസ് നോക്കാം. സിലബസ് മെയിനായിട്ട് നോക്കുമ്പോൾ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റി ഉണ്ട്. പൊളിറ്റി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, കൾച്ചറുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, ഒരുപാടുണ്ട്. നോക്കാം. അപ്പോൾ ഹിസ്റ്ററിയിൽ 3 സ്ട്രീം വരുന്നുണ്ട്. അതിൽ കേരളയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടു. ഈ ഒരു കോഴ്സ് റൺ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ ഫീസ് എന്ന് പറയുന്നത് സാറിന് ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു ഫീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെ താഴെ ആയിരിക്കും. പക്ഷേ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 50 പേർക്കോ അല്ലെങ്കിൽ 100 പേർക്കോ ആയിരിക്കും ആ ഒരു ഫീസ് ഇളവ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം നാളെ മുതൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ടെലഗ്രാം ചാനലിലും ഒക്കെ നോക്കുക. അപ്പോൾ കീപ്പ് അപ്ഡേറ്റഡ് ഓൺ ദാറ്റ്. ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു ഇളവ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹിസ്റ്ററിയുടെ സൈഡിൽ നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ഹിസ്റ്ററി കേരള ഉണ്ട്, ഇന്ത്യ ഉണ്ട്, വേൾഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുക, കേരളയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുതൽ കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, മാർത്താണ്ഡവർമ്മ പീരീഡ് മുതൽ ചിത്ര തിരുനാൾ പീരീഡ് വരെയുള്ള ഭാഗമുണ്ട്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, ദെൻ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ദെൻ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, ഐക്യകേരളം മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956. ഒന്ന് ശ്രദ്ധിക്കും, ഇവിടെ യൂറോപ്യൻസ് വാസ്കോ ഡ ഗാമ വരുന്നൊരു കാലഘട്ടം മുതൽ 1400 മുതൽ 1956 വരെയുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956. 1956 എന്ന് പറയുമ്പോൾ നമുക്ക് ടിൽ പീരീഡ് അതിവിടെ കൺസിഡർ ചെയ്യാം ഓൺ ദിസ് ആംഗിൾ. എന്നിട്ട് നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഏൻഷ്യൻ്റ് ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇറ പീരീഡൊക്കെ നമുക്ക് എടുക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം പീരീഡ് എന്ന് വെച്ചാൽ മുഗൾ, ദെൻ മറാഠാസൊക്കെ ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം വരും. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, അത് തുടങ്ങിയ കാര്യങ്ങൾ. INC ഫോർമേഷൻ 1885, ആ ഭാഗങ്ങൾ. ദെൻ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1905 മുതൽ ഇങ്ങോട്ടുള്ള 1930 വരെയുള്ള കാലഘട്ടം. ദെൻ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്, അത് കുറേയൊക്കെ മെർജറായിട്ട് കിടക്കുന്നതാണ്. ദെൻ ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ, ആർട്ട് ഡ്യൂറിങ്, ഈ ന്യൂസ് പേപ്പറൊക്കെ പറയുമ്പോൾ വീണ്ടും 1880-കളിലോട്ടും തിരിച്ചു പോവും. ദെൻ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്, മഹാത്മാഗാന്ധി പീരീഡ്, ഗാന്ധി പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ KS ഒക്കെ പരീക്ഷയ്ക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു സിലബസ് ഏതാണ്ട് ഈ ഒരു സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ദെൻ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ്സ്, ഇന്ത്യസ് ഇൻഡിപെൻഡൻറ്റ്, ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോൾട്ടേഷൻ പോലുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ,
അതിനുശേഷമുള്ള എന്താണ് ഫോറിൻ പോളിസി തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. ആഫ്റ്റർ ഇത് 1950 ആണ്. ഓക്കെ, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യത്തിലും ഞാനിൻ്റെ ഇവിടെ കറണ്ട് അഫേഴ്സ് പറയാൻ കാര്യം UNO പോലുള്ള ഓർഗനൈസേഷനിൽ ഓർഗനൈസേഷൻസ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇൻ്റർനാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാർക്ക് ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ക്വാഡ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെയുള്ള ഓർഗനൈസേഷൻസും പിന്നെ ട്രീറ്റീസും കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതിൽ മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ. ഇപ്പോൾ റവല്യൂഷൻ തീർന്നു. ദെൻ ഇറ്റലിയുടെ ഏകീകരണം, അതുപോലുള്ള യൂറോപ്പിൽ നടന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കേണ്ടി വരും. ആൻഡ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ കറണ്ട് അഫേഴ്സ് ഓഫ് കോഴ്സ്. പിന്നെ ജോഗ്രഫിയുടെ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ബേസിക് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോം, പ്രഷർ ബെൽറ്റ്, വിൻസ്. ഇത് നമുക്ക് ബേസിക്കലി ജോഗ്രഫി കംപ്ലീറ്റ് ആണെന്ന് പറയാം. ആ ഒരു ഭാഗങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്ലോബൽ ഇഷ്യൂസ് വരുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ് വരുന്നുണ്ട്. അതുപോലെ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS, ഓഷ്യൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്, ഓഷ്യൻ കറണ്ട് പോലുള്ള കാര്യങ്ങൾ, കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഫിസിയോഗ്രഫി, സ്റ്റേറ്റ് ആൻഡ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്, അത് നമുക്ക് പഠിക്കുമ്പോൾ മൗണ്ടൻസ് പഠിക്കണം, അവിടെ നിന്നുള്ള റിവർ സിസ്റ്റം പഠിക്കണം. പിന്നെ വെസ്റ്റേൺ ഘട്ട് ഈസ്റ്റ് ഭാഗത്തുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ പെനിൻസുല ഇന്ത്യയിലുള്ള മറ്റു ഭാഗങ്ങൾ പഠിക്കണം, വിന്ധ്യാൻ സാത്പുര ആ ഭാഗത്തുള്ള കാര്യങ്ങൾ. പിന്നെ അറേബ്യൻ സീയിലും അതുപോലെ ബേ ബംഗാളിലും ഇന്ത്യൻ ഓഷ്യനിലുള്ള മറ്റു കാര്യങ്ങളും ഐലൻഡ്സും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. ദെൻ മിനറൽ ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഓക്കെ, കുറച്ച് അഡ്വാൻസ്ഡ് ആണ് സിലബസ്. അതുപോലെ ഇപ്പോൾ കേരള ജോഗ്രഫി സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്റ്റ്, ഫീച്ചേഴ്സ്, റിവർ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ എന്നാണ്, ഒറ്റ വാക്കാണ് ഇത്. ദെൻ വൈൽഡ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട്, എസ്പെഷ്യലി എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ഉള്ള ജീവികളൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ KASന് കൂടി വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും, എന്നാൽ ഡിഗ്രി ഡിഗ്രി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എക്സാം. അപ്പോൾ അത് നോർമലായിട്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് സോർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അനലിറ്റിക്കൽ ആംഗിൾ കണ്ടു കഴിഞ്ഞാൽ KASനും IASനും നിങ്ങളുടെ പ്രിപ്പറേഷൻ യൂസ്ഫുൾ ആക്കാം. വൈസ് വേഴ്സ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കേരളയുടെ കുറച്ച് ഭാഗങ്ങൾ, അതായത് കേരള ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി പോലുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു സാധ്യതകൾ കൂടി തേടാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു ചേർത്തിയ വൈൽഡ് ലൈഫാണ്, അഗ്രികൾച്ചർ, റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ്, ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ആയല്ലോ അല്ലേ. ഓക്കെ, ഇനി എക്കണോമിക് സൈഡിൽ വന്നിട്ട് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, നിതി ആയോഗ്, ഇത് മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. ഓക്കെ, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ആൻഡ് കറണ്ട് അഫേഴ്സ്. സോ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇത് മുഴുവൻ കറണ്ട് അഫേഴ്സ് എന്ന് ചോദിക്കുന്നത്. ഇതിപ്പോൾ സിവിൽ സർവീസിൻ്റെ എക്സാം ആയാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി ഇവിടെ സിവിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. നോർമലി ഗവർണൻസ് എന്ന് പറയുന്ന സിവിൽ സർവീസ് പഠിക്കുന്ന ഒരു ഭാഗമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവർണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെൻറ്റിലെ എക്സിക്യൂട്ടീവ്സ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ. ഇത് ഓഫ് കോഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും. ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ്, ആക്ട്, റൂള്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയ കുറേ ഭാഗങ്ങൾ ഇതെല്ലാം ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് വരും. അവിടെ തന്നെ ഒരുപാട് കറണ്ട് അഫേഴ്സ് കഴിഞ്ഞ ഒരു വർഷം 2019 to 2020 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഗവർണൻസ് ആപ്ലിക്കേഷൻസ് ഒത്തിരി കറണ്ട് അഫേഴ്സിൽ ലോഡ് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ്. കറണ്ട് അഫേഴ്സിന് എന്തായാലും നമ്മളെ കോഴ്സിൽ സെപ്പറേറ്റ് ഒരു ഭാഗം തന്നെ ഉണ്ടായിരിക്കും.
ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാകാതിരിക്കുക, നമുക്ക് റാങ്കിങ്ങിൽ വളരെയധികം സഹായം ചെയ്യും. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുതലുള്ള കാര്യങ്ങൾ പഠിക്കണം. ഏകദേശം 1940 മുതൽ പഠിക്കണമെങ്കിലും 1909, 1919, 1935 ഇതിലെ 3 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അഫ്കോഴ്സ് 1909 മുതലുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് നോക്കി തന്നെ പഠിക്കണം. ദെൻ പ്രയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം വന്നു. ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, UPSC, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും. ദെൻ എമർജൻസി 356 ആർട്ടിക്കിൾ പറയുന്നത്, 352 പറയുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത് 7th സ്കെഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ. 7th സ്കെഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ പ്ലസ് കറണ്ട് അഫേഴ്സ് എല്ലാം ആയിട്ടുണ്ട്. ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ഇതുവരെ ഞാൻ പറഞ്ഞ ഭാഗത്ത് നമുക്ക് കേരളയുടെ ഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന അതേമാതിരിയുള്ള സിലബസാണ്. ഇവിടെ നമുക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കല എന്ന് പറയുമ്പോൾ ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം. ഇനി അതിൽ ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, എസ്പെഷ്യലി അവാർഡൊക്കെ കിട്ടിയവർ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുമ്പം ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് കൂടി പഠിക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ 2020 അവാർഡ് കിട്ടിയ ഒരാൾ ഉണ്ടെങ്കിൽ ബാക്കിലോട്ടൊരു 10-15 വർഷം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. യെസ്, ഓഫ് കോഴ്സ് കായികം വരുമ്പോൾ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരം. നമ്മൾ സാധാരണ സ്പോർട്സ് എന്ന് പറയുന്നത് സിവിൽ സർവീസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റഡ് അവോയ്ഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സിവിൽ സർവീസിനൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഇത്തിരി കാര്യമായിട്ട് നോക്കണം. പ്രധാനപ്പെട്ട അവാർഡുകൾ ആർക്കാണത് കൊടുക്കുന്നത്, ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ PSC കാര്യമായിട്ടൊരു ചേഞ്ചിന് തയ്യാറാകുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ KIS എക്സാമും മറ്റു തുടർന്നുള്ള എക്സാംസൊക്കെ അത് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ദെൻ ഓഫ് കോഴ്സ് പ്രധാനപ്പെട്ട ട്രോഫികൾ, മത്സരങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. ഇപ്പോൾ ക്രിക്കറ്റിലോ ഫുട്ബോളിലോ അല്ലെങ്കിൽ ഹോക്കിയിലൊക്കെ ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് ഇത് ഏത് കളിയുമായിട്ട് അല്ലെങ്കിൽ ഏത് ഗെയിമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ കായികത്തിൽ തീർന്നിട്ടില്ല. ഒളിമ്പിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഗെയിംസ്, കോമൺവെൽത്ത് തുടങ്ങിയ കാര്യങ്ങൾ, ദെൻ ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ് കാര്യങ്ങൾ, അതിൻ്റെ ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. അങ്ങനെ ഓരോ രാജ്യത്തിനുമുള്ള ദേശീയ കായിക ഇനങ്ങളുണ്ട്, വിനോദങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ഐ തിങ്ക് ഐ നീഡ് ടു മൂവ് ദിസ് ഇയർ. ഓക്കെ. അപ്പോൾ സാഹിത്യത്തിൽ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദികൃതികൾ, കർത്താക്കൾ. ദെൻ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ എന്ന് പറയുമ്പോൾ, പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കവിത അല്ലെങ്കിൽ ഇപ്പോൾ ഗദ്യം, അതിലേക്ക് വരുന്ന പ്രധാന കൃതികൾ, അതിൻ്റെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, ഇതൊക്കെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് കിട്ടുന്ന കാര്യങ്ങളാണ്. പ്രധാന കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. ദെൻ മലയാള പത്രം എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇൻ ദ ഇറ ഓഫ് 1930 to 1940 വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചൊരു കാലമാണ്. ഇതൊക്കെ ഒന്ന് മെർജ് ചെയ്ത് പഠിക്കുക. ലൈക്ക് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റി സൈഡിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി സോഷ്യൽ റിനൈസൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് പഠിക്കുക. ഇറ്റ് വിൽ ബി വെരി ഈസി. ആൻഡ് ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ലെവൽസ് ക്വസ്റ്റ്യനേക്കാളും അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ മാറ്റമില്ലാതെ തുടരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മലയാള സിനിമയുടെ ഉത്ഭവം, കാര്യങ്ങൾ, വളർച്ച, നാഴികക്കല്ല്, ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും വലിയ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ സാംസ്കാരിക കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഉത്സവങ്ങൾ. ദെൻ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, പ്ലസ് കറണ്ട് അഫേഴ്സ്. ഒന്നും ഒഴിവാക്കിയിട്ടില്ല. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സിലബസാണ്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ വലിയൊരു സിലബസ് വീണ്ടും തന്നിട്ടുണ്ട്. ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന് ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസിന് തന്നിട്ടുള്ളൂ, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി യൂണിറ്റ്. ഓക്കെ. ദെൻ ഇവിടെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ലൈക്ക് വിൻഡോസ് വേർഡ് പോലുള്ള കാര്യങ്ങൾ. ദെൻ എന്താണ് ഡേറ്റാബേസ്, ഏതൊക്കെ തരത്തിലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിംഗിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ,
പിന്നെ കൺട്രോൾ ട്രാൻസ്ഫർ, ഇത്രയും കാര്യങ്ങൾ. ഇതിൽ ലാംഗ്വേജ് ഇല്ലയെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കൊണിയോ ഡോട്ട് ടച്ച് ഏത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, നെറ്റ്വർക്കിംഗ് ഡിവൈസസ്, ഇൻ്റർനെറ്റ് എന്താണ് WWW, ദെൻ ഇമെയിൽ, സെർച്ച് എൻജിൻ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ഈസിയാണ്. ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കണ്ടൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ദെൻ സൈബർ ക്രൈംസ്, സൈബർ ലോ, ടൈപ്സ് ഓഫ് ക്രൈംസ്, IT ആക്ട് ആൻഡ് അതർ ലോസ്. IT ആക്ട് ഇപ്പോൾ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവയർനെസ് ലെവൽ മതിയെന്ന് എസ്പെഷ്യലി പറയുന്നുണ്ട് ടൈപ്പ് ഓഫ് ക്രൈമിലും അതുപോലെ ഇതിലും. ഇപ്പോൾ IT ആക്ട് 60 എന്തിനാണ്, 60A എന്തിനാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ടേമുകൾ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ടെക്നോളജി സൈഡിലാണെന്നുണ്ടെങ്കിൽ സ്പേസ്, ഡിഫൻസ് പോലെയുള്ള കാര്യങ്ങൾ. ദെൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഹെൽത്ത് കെയർ, ഹ്യൂമൻ ബോഡി, എവറിഡേ സയൻസ്. എവറിഡേ സയൻസ് തന്നെയാണ്, ആപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുക. ഡിസീസസ്, അതുപോലുള്ള ടെക്നോളജീസ്, ഇന്നോവേഷൻസ്, കോൺട്രിബ്യൂഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ദെൻ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി. ദെൻ എൻവയോൺമെൻറ്റൽ സയൻസ്. എൻവയോൺമെൻറ്റ് പ്രത്യേകമായിട്ട് പറയുന്നില്ല, അത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ചോദ്യങ്ങൾ അതിന് പ്രതീക്ഷിക്കാം. പ്ലസ് കറണ്ട് അഫയേഴ്സ്. ഇതിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇത് കിട്ടും. ദെൻ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇത് ലഘു ഗണിതം. അതിൽ ഓരോ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ശതമാനമുണ്ട്, ലാഭനഷ്ടമുണ്ട്. ദെൻ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. ഇത് അരിത്തമെറ്റിക്കാണ്. അരിത്തമെറ്റിക്കും വരുന്നുണ്ട്, മെൻ്റൽ എബിലിറ്റിയും വരുന്നുണ്ട്. മെൻ്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് ലോജിക്ക് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അരിത്തമെറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമറസിയാണ് വരുന്നത്. ദെൻ സാധാരണ പലിശ, കൂട്ടുപലിശ, അനുബന്ധം, അനുപാതം, അംശബന്ധം, അനുപാതം. ഒരേ കാര്യം തന്നെയാണല്ലേ, വീണ്ടും എടുത്തു. ഓക്കെ. സമയം ദൂരമൊക്കെ വീഡിയോ ഓൾറെഡി ദെയർ. ശരാശരി ഉണ്ട്, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങൾ, പ്രോഗ്രഷൻ. സോ ഇതിൽ കുറേയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ദെൻ മെൻ്റൽ എബിലിറ്റി ചാനലുണ്ടെന്ന് എഴുതിയിട്ട് നമ്മുടെ കോഴ്സിൽ അവോയ്ഡ് ചെയ്തിട്ടില്ല. ദെൻ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അതുപോലുള്ള കാര്യങ്ങൾ. സീരീസ്, നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ എന്നൊക്കെ പറയുന്ന കുറേ സംഭവമുണ്ട്. 10ാം ക്ലാസ് പഠിക്കുന്ന APGP എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന. ദെൻ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ. ദെൻ ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ് മാൻ ഔട്ട്. ദെൻ സംഖ്യാവലോകന പ്രശ്നങ്ങൾ. അത് സീരീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സംഖ്യാശ്രേണികൾ. ഓക്കെ. ദെൻ കോഡിങ് ആൻഡ് ഡീകോഡിങ്. ഷുവറൊക്കെ ആൻസർ കിട്ടുന്ന കാര്യമാണ്. ഒരു തവണ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ്, ദിശാവബോധം, സെൻസ് ഓഫ് ഡയറക്ഷൻ. ഇപ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇത് മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് ട്രിക്കുണ്ട്, അതുകൂടിയൊക്കെ പറഞ്ഞുതരാം ക്ലാസ്സിൽ. ദെൻ ക്ലോക്കിലെ സമയം, കോണളവ്, ഇത് യൂട്യൂബിലുണ്ട് കേട്ടോ. നമ്മുടെ ഇതും ഉണ്ട്, രണ്ടും ഉണ്ട്. ദെൻ കലണ്ടർ, തീയതി, ഐ തിങ്ക് ഇറ്റ് ഈസ് ആൾസോ ദെയർ. ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ. ദെൻ ജനറൽ ഇംഗ്ലീഷിൽ വരുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച്. ദെൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, agreement of verb and subject, confusion of adjective and adverbs, comparison of adjectives, adverbs and position of adverbs. ആർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ആക്സിലറി വെർബ് ഉണ്ട്, ടാഗ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഇത് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസിലുണ്ട്. ദെൻ ഇൻഫിനിറ്റീവ് ആൻഡ് ടെൻസസ്, കണ്ടീഷണൽ സെൻറ്റൻസസ്. ഇംഗ്ലീഷിൽ കുറച്ച് വീഡിയോസ് കൂടി നമ്മുടെ ചാനലിൽ എന്തായാലും ആഡ് ചെയ്യുന്നതാണ്. ദെൻ വൊക്കാബുലറി, ഇത് ഒരുവിധം നമുക്ക് കിട്ടുന്നതാണ്. സിനോണിംസ്, ആൻറ്റോണിംസ് പോലെയുള്ള കാര്യങ്ങൾ. വേർഡ് ഫോർമുലേഷൻ, സിംഗുലാർ, പ്ലൂറൽ, ഫ്രൈസസ് ആൻഡ് വേർബ്സ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയം ആൻഡ് ഫ്രൈസസ്, എവറിത്തിങ്. ഓക്കെ. ആൻഡ് ഇവിടെ ട്രാൻസ്ലേഷൻ കൂടിയുണ്ട്. പ്രോവർബ് സെൻറ്റൻസ്, പ്രോവർബ് കൊടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഓക്കെ, വെരി ഗുഡ്. ദെൻ റീജിയൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാൻ കന്നഡ, തമിഴ് ആൻഡ് മലയാളം ഉണ്ട്. ഞാൻ മലയാളം മാത്രമേ ഇതിൽ കോപ്പി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലി, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ,
ഘടക പദം വാക്യം ചേർത്തെഴുതുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ സിലബസ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു വലിയൊരു വാസ്റ്റ് PPT ആയിരുന്നു അത്. എസ്പെഷ്യലി ഐ തിങ്ക് ഒരു 29-30 സ്ലൈഡ്സ് ഉണ്ട് ഈ ഒരു പ്രസൻറ്റേഷനിൽ. ഇപ്പോൾ നോർമലി നമ്മുടെ സിലബസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്രയും ഒന്നും വരാറില്ല. അപ്പോൾ ഇത് ഓഫ്കോഴ്സ് നമ്മുടെ PSCVKയുടെ ബാനറിലായിരിക്കും ഈ ഒരു കോഴ്സ് റൺ ആവുക, PSCVK.com. അപ്പോൾ നാളെ മുതൽ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ അവൈലബിൾ ആയിരിക്കും. മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലായിരിക്കും കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8330018881 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് വാട്സാപ്പോ സിഗ്നലോ ടെലഗ്രാമോ കോളോ ഇനിയിപ്പം IMOയോ വേറെ ഒന്നുണ്ട്, അങ്ങനെയുള്ള എന്ത് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ വി വിൽ ബി ദെയർ. അതുപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ ക്ലാസ്സും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവർ ഇന്ത്യ മജിസ്റ്ററിൽ ലോഗിൻ ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഇപ്പോൾ ഇതൊരു വലിയ വാസ്റ്റ് ഒരു സിലബസ് ആണ്. സിലബസ് ഒരു തവണയെങ്കിലും നോക്കുക. സിലബസിൽ നിന്നേ കാര്യങ്ങൾ വരത്തുള്ളൂ. ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ളൊരു നല്ല ഒരു ബൃഹത്തായ സിലബസാണ്. അഫ്കോഴ്സ് ഇത് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാര്യം ഇതിനെ തുടർന്ന് വരുന്ന ഏകദേശം 100+ ഡിഗ്രിയുടെ എക്സാംസിന് മിക്കവാറും ചെറിയൊരു ആഡ് ഓണോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈനസൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇത് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കവർ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ആദ്യ പകുതിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേരളയുടേത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്കത് സിവിൽ സർവീസിന് വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ലെവൽ ഉള്ള എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം കോൺഫിഡൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു നോളജ് ക്രോസ് പ്ലാറ്റ്ഫോമിലൂടെ യൂസ് ചെയ്യുക. അതായത് ഒരേ പഠനം തന്നെ സിവിൽ സർവീസിനും യൂസ് ചെയ്യുക, സ്റ്റേറ്റ് PSCയിലും ഉപയോഗിക്കുക. ബട്ട് ഓഫ് കോഴ്സ് അങ്ങോട്ട് വരുമ്പോൾ, അതായത് സിവിൽ സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി അനലിറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഡിസ്കഷൻ, ഈ വീഡിയോയുടെ കാര്യങ്ങൾ. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് സൈക്കിൾ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.